സംസ്ഥാനത്ത് കനത്ത മഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുകയാണ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലവും യെല്ലോ അലർട്ടാണ്. മറ്റു ജില്ലകളിലെല്ലാം പതിവ് പോലെ വലിയ ജാഗ്രത തുടരുന്ന സാഹചര്യം കൂടിയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തും മലയോര മേഖലയിലുമൊക്കെ അതീവ ജാഗ്രത തന്നെ തുടരുന്നു. മലപ്പുറം കാരത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണം നടന്ന ഇടത്താണ് ഈ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. അതിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഭീതിപ്പെടുത്തുന്ന നിലയിലാണ് അവിടെ നിന്ന് മണ്ണ് ഇങ്ങനെ റോഡിലേക്ക് ഒലിച്ചു വന്നത്. വലിയ അപകട സാധ്യതയായിരുന്നു. അവിടെ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു അപകടം അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ അപകട സമയത്ത് പറയും ഇതൊക്കെയും മനുഷ്യനിർമ്മിതമാണ്, ഇതിലേറെയും എന്ന് പറയുന്നതാണ്. പ്രകൃതിയോട് ചെയ്യുന്നത് പ്രകൃതി തിരിച്ച് ചെയ്യുന്നു എന്ന തരത്തിലാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം എന്ന് തന്നെ പറയാം. അവിടുത്തെ നിർമ്മാണ പ്രവർത്തികളിൽ ആ നിലയ്ക്കുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. മണ്ണെടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ മണ്ണ് വലിയ ഒരു കുന്നിടിഞ്ഞു വരുന്ന രീതിയിൽ ഇടിഞ്ഞു വന്ന് വലിയ അപകടം ഉണ്ടായത്. പാണക്കാട് എടത്തായി പാലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ മാധ്യമപ്രവർത്തകന് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. കൈരളി TV-യുടെ ക്യാമറമാനാണ് ജയേഷ് വില്ലോടിയാണ്. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. വലിയൊരു അപകടം ഉണ്ടാകേണ്ടുന്നതായിരുന്നു. അത്രമാത്രം ആളുകൾ അവിടെ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. പലരും ഓടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ള അനാസ്ഥയും ആ നിർമ്മാണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ വിവരം വരികയാണ്. പത്തനംതിട്ടയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. മൂഴിയാർ ഡാം തുറന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പലരും വീട് വിട്ടുപോകാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആറന്മുള, കോഴഞ്ചേരി താലൂക്കിൽ അതീവ ജാഗ്രതയാണ് ഉള്ളത്. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. കൂറ്റൂർ, പെരിങ്ങര, നെടുമ്പ്ര, നിരണം, കടപ്ര മേഖലകളിലെ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞ് അവിടെ അപകടമുണ്ടായി. തുടർന്ന് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കടത്തിവിടാൻ അനുവദിക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. തിരുവല്ലയിൽ വീടുകളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ ആർപ്പൂക്കര അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് ആറന്മുള വള്ളസദ്യ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. നാളെയും മറ്റന്നാളും ഉള്ള വള്ളസദ്യകളാണ് നടക്കേണ്ട വള്ളസദ്യകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്. KSRTC-യുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള വള്ളസദ്യകളും ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തായാലും പത്തനംതിട്ടയിലാണ് ഒരു ഗുരുതരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. വലിയ വെള്ളക്കെട്ട് അത് ഇപ്പോഴും മാറിയിട്ടില്ല. നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം ഇപ്പോൾ ശശിനാരായണൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴ ഇടയ്ക്കൊന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഈ വെള്ളക്കെട്ടും ദുരിതവും വലിയ തോതിൽ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ എങ്ങനെയാണ്? ഇനിയുള്ള സമയം രക്ഷാദൗത്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആളുകൾ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാട്ടുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. തിരുവല്ല ഭാഗത്താണ് അപ്പർ കുട്ടനാട് മേഖലകളിൽ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്ന വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളെയാണ് ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടർന്നുണ്ട്. നേരിയ തോതിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം റാന്നിയിലും ആറന്മുളയിലും അതുപോലെ കോന്നി അടക്കമുള്ള മേഖലകളിൽ മഴ പെയ്യുന്നില്ല. തിരുവല്ലയ്ക്ക് അപ്പർ കുട്ടനാട് മേഖലയിൽ മാത്രം നേരിയ തോതിലാണ് മഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ ജില്ലയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാവകാശം ഉണ്ടാകും. അതുകൊണ്ട് സ്വാഭാവിക ആറന്മുളയിലും തിരുവല്ലയിലും അപ്പർ കുട്ടനാട് മേഖല അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം താഴുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ഇന്നലത്തെ രാത്രി സ്ഥിതി അനുസരിച്ച് രാവിലെ വലിയ രീതിയിൽ
ഒരു പ്രളയത്തിന് സാധ്യത പോലെയാണ് ഇന്നലെ മന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറഞ്ഞത്. കാരണം ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അതുപോലെ സമാനമായ രീതിയിൽ വെള്ളം ഒഴുകിയെത്തിയെങ്കിലും മുൻകരുതൽ, അതായത് ജാഗ്രതാ നിർദ്ദേശമുള്ള മുൻകരുതലുകൾ എടുത്തതിന്റെ ഭാഗമായി കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ കഴിഞ്ഞില്ല, അത്യാഘാതങ്ങളൊന്നും സംഭവിച്ചില്ല. അതേസമയം ആളുകളെ മാറ്റി താമസിപ്പിക്കാനും കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും ഈ വീടിന്റെ നിന്നും ക്യാമ്പുകളിൽ എത്താത്തൊരു പ്രശ്നം രാവിലെയുണ്ട്. അവരെ അനുനയിപ്പിച്ച് ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും കൊല്ലത്ത് നിന്നുള്ള ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജില്ലയിൽ കാവുംഭാഗത്തെ ക്യാമ്പുകളിലെത്തി ആളുകളെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം മന്ത്രി A.P. അനിൽകുമാറും വിഷ്ണുനാഥും ജില്ലയിൽ തന്നെ തുടരുകയാണ്. മന്ത്രി ഇന്നലെ തന്നെ ജില്ലയിലുണ്ടായിരുന്നു. എന്തായാലും എല്ലാ വകുപ്പുകളുടെ ഏകോപനം നടത്തിക്കൊണ്ട് തന്നെ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഈ വെള്ളം ഒഴുകിപ്പോകാത്തത് ഇപ്പോഴും വലിയ പ്രശ്നമായി നിൽക്കുന്നു. കാരണം അപ്പുറക്കുട്ടനാട് മേഖലകളിൽ ഈ പെരിങ്ങര, നെടുമ്പറം തുടങ്ങിയ ഭാഗങ്ങളിൽ, കുറ്റൂർ അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങി. അവിടുന്ന് വെള്ളം ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ ആറന്മുളയിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകാൻ കഴിയുള്ളൂ. അത്തരത്തിൽ വെള്ളം ഒഴുകി മാറിയെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ട് ഇവിടെ വെള്ളത്തിന് താഴ്ചയുണ്ടാവും. ഒപ്പം ഗതാഗതവും മറ്റു കാര്യങ്ങളും വീട്ടിലേക്ക് സാധാരണ നിലയിലേക്ക് ആളുകളുടെ ജീവിതം എത്താൻ കഴിയുള്ളൂ. പക്ഷെ നിലവിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പമ്പയാറിന്റെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. ശശിനാരായണൻ, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രത്യേക സന്നാഹം ഒരുക്കും എന്നതാണ് പറഞ്ഞത്. അക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് യോഗത്തിൽ എന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വിധത്തിലുള്ള പ്രത്യേക ഇടപെടലുകൾ പത്തനംതിട്ടയിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി PC വിഷ്ണുനാഥൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വളരെ പ്രധാനമാണ്, രാത്രിയും മഴയുണ്ടാകാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി സംബന്ധിച്ച് ലഭിക്കുന്ന അറിയിപ്പുകൾ എന്താണ്? ഇന്ന് രാത്രി മഴയുണ്ടാവുകയാണെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമോ? അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനുള്ള ഇടപെടലുകളും മുന്നൊരുക്കങ്ങളുമുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള മുന്നൊരുക്കം ഇന്ന് എന്തായാലും ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം ഇത്തരമൊരു ആക്ഷേപം CPM ഉന്നയിച്ചിരുന്നു. കാരണം ജില്ലയിലെ അത്തരമൊരു ക്രമീകരണമില്ല, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സർക്കാരിന്റെ ഭാഗത്ത് കടുത്ത വീഴ്ചയുണ്ട്. കാരണം ആളുകളെ ഈ അലർട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ തന്നെ വീഴ്ച ഉണ്ടായതിന്റെ ഭാഗമായാണ് ഡാം തുറന്നത് അറിയിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ശരിയല്ല എന്നാണ് MLA-മാരും മന്ത്രിമാരും അടക്കം വ്യക്തമാക്കുന്നത്. നിലവിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരുപക്ഷെ അത് പറയാനുള്ള സാഹചര്യം അബിൻ വർക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം കൂടുതൽ ശ്രദ്ധ ആറന്മുളയ്ക്ക് സർക്കാർ കാണിക്കണമെന്ന് അബിൻ വർക്കി തന്നെ മാധ്യമപ്രവർത്തകർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം, LDF ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചത്. അതിന് ഏകദേശം ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇപ്പോൾ പൂർണ്ണമായും അത്തരത്തിലൊരു ക്രമീകരണം, നാളെ ഒരു അടിയന്തര പ്രളയം ഉണ്ടായാൽ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഇടപെടുന്നതിനുള്ള നടപടികളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും, അതായത് ബോട്ടടക്കമുള്ള കാര്യങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സംഘം, ഒപ്പം NDRF സംഘങ്ങൾ, അത്തരത്തിൽ എല്ലാം ജില്ലയിൽ സജ്ജമാണെന്നാണ് ഇപ്പോൾ MLA-മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇന്നലെയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ ഭക്ഷണം കിട്ടാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. കുടിവെള്ളമാണ് ഏറെ പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ വെള്ളം കയറിയതിനു ശേഷം എല്ലാം മലിനജലമാണ്. പല സ്ഥലത്തും വീടുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒപ്പം ഈ കുടിവെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വള്ളങ്ങളിൽ ഈ ക്യാമ്പുകളിൽ എത്തിക്കേണ്ട സാഹചര്യം അതൊരു വലിയ പ്രശ്നമായി അവശേഷിക്കുകയാണ്. എന്തായാലും കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഈ ക്യാമ്പുകൾ എത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. നിലവിൽ ഈ ആളുകൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ഒക്കെ ലഭിക്കുന്നുള്ളതാണ്, ക്യാമ്പുകളിൽ നിന്നുള്ള മരുന്നടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പല ക്യാമ്പുകളിലുണ്ട്. അവരുടെ ഭക്ഷണം കാര്യങ്ങളിൽ എല്ലാം ഒരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പം അവർക്ക് ബ്രെഡും മറ്റു കാര്യങ്ങളും ഭക്ഷണങ്ങൾ എത്തിക്കുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തായാലും ചൂണ്ടിക്കാണിച്ച പരാതികൾ പരിഹരിക്കാനുള്ള വലിയ ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ്. ശശിനാരായണൻ, ഇവിടെ ഇപ്പോൾ ഇന്നലെ വ്യാപാരികൾക്കൊക്കെ കോടികളുടെ നഷ്ടം ഉണ്ടായത്, ലക്ഷക്കണക്കിന് രൂപയുടെ ഓണമൊക്കെ മുന്നിൽ കണ്ട് അവർ മേടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കോടികളുടെ നഷ്ടമാണ് ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ പ്രാഥമികമായ കണക്കുകൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കിയത്. ഇന്ന് മുഖ്യമന്ത്രി നഷ്ടപ്പെട്ടവർക്കൊക്കെയുള്ള ചില സഹായം, സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന സഹായത്തിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്.
ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആരെയും കിട്ടുന്നില്ല. സന്നദ്ധ സംഘടനകൾ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തകരുടെ പോലും കുറവ് ഒക്കെയും രേഖപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ്? ക്ലീനിങ് ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നോ? മഴ വിട്ടുനിന്ന സമയങ്ങളൊക്കെ അങ്ങനെ ഉപകാരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഒരു ഊർജിതമായ ശ്രമം തന്നെ അവിടെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ യോജിച്ചുള്ള നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? ഈ വ്യാപാരികളടക്കമുള്ള ആളുകളുടെ കാര്യം കഴിഞ്ഞ 2012 സംഭവിച്ച പോലെ തന്നെ വലിയ നഷ്ടമാണ് അവർക്കുണ്ടായി. കാരണം ഓണക്കാലമാണ്, അതിനുവേണ്ടി കരുതി വെച്ച സാധനങ്ങളെല്ലാം വെള്ളം കയറി നാശമായി. ലക്ഷങ്ങളുടെ നഷ്ടം റാന്നിയിലെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഈ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ ഈ പ്രളയത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വെള്ളപ്പൊക്കം അത് വലിയ നഷ്ടം തന്നെയാണ്. അത് നികത്താൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന ധനസഹായം പോരായ്മ ഉണ്ടെന്നാണ് വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് ഇനി സ്വീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു സഹായം അവർക്ക് ആവശ്യമായി വേണ്ടിവരും. ഇന്നലെ റാന്നിയിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് പെട്ടെന്നാണ് ഇന്ന് വീണ്ടും ആ കടകളിൽ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം സന്നദ്ധ സംഘടന പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് പഞ്ചായത്തിന്റെയൊക്കെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു സഹായം ഈ മേഖലയ്ക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂർണ്ണമായും ഇത് കരകയറാൻ കഴിയുള്ളൂ. കാരണം ദുരിതാശ്വാസ പ്രവർത്തനം ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും ഇവർക്ക് കരകയറണമെങ്കിൽ സർക്കാരിന്റെ തലത്തിലും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യാപാരികളടക്കം അല്ലെങ്കിൽ വീടുകളടക്കം ഈ കുടുംബത്തിലെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, മരിച്ചുപോയവരുണ്ട്, അത്തരത്തിൽ ആളുകളൊക്കെ ഉണ്ട് ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മഴക്കെടുതികൾ അവർക്ക് ഒരു പുനർജീവിതം ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്കൊരു സഹായം എത്തിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, ഒപ്പം സന്നദ്ധ സംഘടനയുടെ ഭാഗത്തുനിന്നാണ്. എന്തായാലും അത്തരത്തിലൊരു സമീപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത്തരത്തിൽ വ്യാപാരികളും ഈ മഴക്കെടുതിയിൽ അകപ്പെട്ട ദുരിതബാധിതരും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. എന്തായാലും നിലവിൽ ഈ മന്ത്രി വിഷ്ണുനാഥും ഒപ്പം റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ജില്ലയിൽ തുടർന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവല്ല കാവും ഭാഗത്തെ ക്യാമ്പിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ശ്രദ്ധ ആവശ്യമെന്ന ഘട്ടത്തിൽ അടിയന്തര ഘട്ടത്തിൽ എന്ത് സഹായവും ലഭ്യമാക്കാവുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് തീർച്ചയായും അങ്ങനെ പത്തനംതിട്ടയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.